പരിശുദ്ധമായ വളരെ മനോഹരമായ ഹൃദയങ്ങളെ ഹഠാതാകർഷിക്കുന്ന ഒരു പള്ളിയുടെ മുമ്പിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പള്ളി കാണുമ്പോൾ തന്നെ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് തോന്നുകയാണ്. അങ്ങനെയാണ് സമയമില്ലാത്ത സമയത്ത് ഇശാ നിസ്കാരം ഈ പള്ളിയിൽ വെച്ച് തന്നെ നിസ്കരിക്കാൻ ഞാൻ പോയതും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും സഹോദരങ്ങളോടുമൊക്കെ പറയാനുള്ളത്, ഈ ഒരു പള്ളി ഖിയാമത്ത് നാൾ വരെ ഇൻഷാ അല്ലാഹ് ഇവിടെ പള്ളിയായി നിലനിൽക്കും എന്നുറപ്പാണ്. അല്ലാഹു നിലനിർത്തട്ടെ. അതുള്ള കാലത്തോളം ഇതിനു വേണ്ടി ആരൊക്കെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അവർക്കൊക്കെ ഖബറിലേക്ക് ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളായി അല്ലാഹു അവരുടെ ഖബറിടങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്നാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പള്ളി ഇത് നമ്മൾ നിസ്കാരത്തിലൂടെ, ഇബാദത്തിലൂടെ, അതേപോലെ നല്ല സൽക്കർമ്മങ്ങളിലൂടെ ധന്യമാക്കുക എന്നതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്തം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിലുണ്ടോ മോണിറ്ററിൽ വോയിസ് ഉണ്ടോ? ഒന്ന് ഇത് കൂട്ടിത്തരൂ. ഏതായാലും 2-3 ദിവസം മുമ്പ് ജനുവരി 14-ന് വടകരയിലുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് സംബന്ധിക്കാൻ അവസരമുണ്ടായി. മഹാനായ പണക്കാട് കുടുംബത്തിലെ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളായിരുന്നു അന്നവിടെ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ പള്ളി രണ്ടും ഒന്നാണെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ തമ്മിൽ വളരെ വ്യത്യസ്തരാണ്. അത് വിശാല ഹൃദയരായ 2-3 അറബികൾ നിർമ്മിച്ചു കൊടുത്ത പള്ളിയായിരുന്നു. പക്ഷേ ഇത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന നല്ലവരായ നാട്ടുകാരും സഹോദരികളും ഊണും ഉറക്കും വിയർപ്പും എല്ലാം ചെലവഴിച്ച് നിർമ്മിച്ച പള്ളിയാണ്. ഞാൻ അവിടെ അവരോട് സൂചിപ്പിച്ചിരുന്നു, ഒരു പള്ളി നിർമ്മിക്കാൻ മാത്രം സാമ്പത്തിക ശേഷി നമ്മൾക്കുണ്ട്. പഴയ കാലം പോലെ അറബികളെ ആവശ്യപ്പെടേണ്ട, അറബികളെ ഇതിന് ചുമതലപ്പെടുത്തുന്ന ഒരു ആവശ്യം ഇന്ന് നമ്മൾക്കില്ല. മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പള്ളി നിർമ്മിക്കാൻ വേണ്ടി പൊന്നാനിയിൽ പിരിവെടുക്കാൻ പോവാണ്. അപ്പോഴാണ് ഒരു ഹൈന്ദവ പുരോഹിതൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചോദിച്ചു, എങ്ങോട്ടാണെന്ന്. പറഞ്ഞു, ഞാനൊരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി പിരിവിന് പോവാ. എന്താണ് മൊയ്ലാരെ, നിങ്ങൾക്ക് ഞാനൊരു വിദ്യ പഠിപ്പിച്ചു തരാം. ഒരു പച്ചമരുന്ന് എന്തോ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ ഒരു വിദ്യ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇരുമ്പുകളെ, മറ്റുള്ള വസ്തുക്കളെ സ്വർണമാക്കി മാറ്റാനുള്ള ഒരു വിദ്യയാണിത്. ഇത് നിങ്ങൾ ചെയ്യുവീൻ. നിങ്ങൾ നാടുനീളെ ഓരോ ആളുകളുടെയും വീട്ടിൽ പോയി ചോദിക്കുന്നത് എത്ര ശരിയാണോ? അദ്ദേഹം ആ പുരോഹിതന്റെ കയ്യും പിടിച്ചു പോയിന്ന. അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച് പഴയ പള്ളിയുടെ ഹൗദിന്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന ഒരു മഴുവെടുത്തിട്ട് കാണിച്ചു, ഇരുമ്പാണല്ലോ. ഹൗദിൽ മുക്കി എടുക്കുമ്പോൾ അത് സ്വർണമാണ്. എനിക്കിതറിയാഞ്ഞിട്ടല്ല. ഇരുമ്പുകളെ സ്വർണമാക്കി മാറ്റാനുള്ള ശേഷി, ശേമുഷി, കഴിവ് എനിക്കില്ലാഞ്ഞിട്ടല്ല. ഞാൻ പിരിവെടുക്കുന്നത് ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഇതിന്റെ പ്രതിഫലം ലഭിക്കണം. ഇത് വലിയൊരു സ്വതക്കയാണ്. നിങ്ങളൊന്നും ചില്ലറക്കാരല്ല. ഈ ഒരു ഭാഗ്യം നമ്മൾക്ക് കിട്ടിയിട്ടില്ല. വലിയ ഭാഗ്യക്കാരാണ്. യാ അല്ലാഹ്, കൊതിച്ചു പോവാൻ എന്തെങ്കിലും ഒരു 100 രൂപയെങ്കിലും കൊടുത്താൽ നാളെ അത് ആഖിറത്തിലേക്ക്, ഖബറിലേക്ക് വരാൻ പോവാൻ. അദ്ദേഹം പറഞ്ഞു, എല്ലാ വിദ്യകളും എന്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാനിത് ചെയ്യുന്നത് നാട്ടുകാരായ ആളുകൾക്കൊക്കെ ഇതിന്റെ പ്രതിഫലം ലഭിക്കണം, അതിനു വേണ്ടിയാണ്. നിങ്ങളത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതേപോലെ പിരിവ് നടക്കുമ്പോഴാ ഒരു വലിയൊരു മുതലാളി നല്ലൊരു തുക മൂപ്പരുടെ കയ്യിൽ കൊടുക്കുന്നത്. പറഞ്ഞു, വേണ്ട, നിങ്ങൾ കൂടുതൽ നൽകിയാൽ എല്ലാ ആളുകൾക്കും ഇതിലൊരു ഭാഗവാക്കാവാൻ, ഇതിലൊന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇത്രയും കൂടുതൽ തുക വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു.
അപ്പോ നമ്മുടെ ഈ വിചാരക്കടവ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഈ നാട്, അതിലേക്ക് ഒരു മനോഹാരിത കൂടി, ചരിത്രത്തിലേക്ക് ഒരു ഇതള് കൂടി കൂട്ടിയിട്ട നമ്മുടെ പള്ളി വളരെ മനോഹരമായിട്ട് അവർ ചുംബിയായി ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. അള്ളാഹു ഈ പ്രദേശവാസികൾക്കൊക്കെ ഇതിന്റെ അർഹമായ തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. മരിച്ചുപോയ ആളുകളുണ്ട്, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ കുടുംബങ്ങൾ. അള്ളാഹു അവരുടെ ഖബറിടങ്ങളിലേക്കൊക്കെ ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ തഫ്സീർ ഖുർത്തുബിയിൽ ഒരു സംഭവം കാണാം. ഒരു സഹോദരൻ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത്. ഖബറാളികളായ ആളുകളൊക്കെ ഖബറിന്റെ പുറത്തു വന്ന് എന്തൊക്കെയോ വാരിക്കോരി പെറുക്കിയെടുക്കുന്നുണ്ട്. അദ്ദേഹം സ്വപ്നം കാണുകയാണ്, നിങ്ങൾ എന്തേ ഇവരെ പോലെ വാരിക്കോരി എടുക്കാത്തത്? എന്താണ് ഇവര് പെറുക്കിയെടുക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അവര് പെറുക്കിയെടുക്കുന്നത് നാട്ടുകാർ, കുടുംബക്കാർ, മുസ്ലിമീങ്ങളായ ആളുകൾ നാട്ടിൽ നിന്ന്, പള്ളികളിൽ നിന്ന് ഹദിയ ചെയ്യുന്ന സംഭാവനകളെയാണ്. ഖുർആൻ ഓതി നമ്മൾ ഹദിയ ചെയ്യാറുണ്ട് വെള്ളിയാഴ്ചകളിൽ. അതേപോലെ സ്വതക്ക ചെയ്ത് നമ്മൾ സംഭാവന ചെയ്യാറുണ്ട്. അതേപോലെ ദുആ ചെയ്യാറുണ്ട്. ഈ ഖബറാളികൾക്ക് വേണ്ടി നമ്മൾ ഹദിയ ചെയ്യാറാണ്. അത് പെറുക്കിയെടുക്കാൻ വേണ്ടി ഖബറാളികൾ ഇങ്ങനെ ഖബറിൽ നിന്ന് പുറത്തു വന്ന് തിരക്ക് കൂട്ടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ? നമ്മൾക്ക് നന്മ വേണം. അതിനു വേണ്ടിയ നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചു, മാഷാ അല്ലാഹ്, നമ്മുടെ സ്ത്രീകളൊക്കെ പൂഴിയും മണലൊക്കെ ശരീരത്തിന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന് പോലും വില നൽകാതെയാ ഓടിച്ചാടി ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടേ? അദ്ദേഹം പറഞ്ഞു, എനിക്കത് ആവശ്യമില്ല. എന്തേ? ഇപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ മകൻ എന്നാൽ ഇന്ന് അങ്ങാടിയിൽ വെച്ച് എനിക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് എല്ലാ ദിവസവും എന്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും എന്റെ മകൻ അങ്ങാടിയിൽ കച്ചവടം നടത്തുമ്പോ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് എന്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾ നൽകുന്ന സ്വതക്ക, ഹദിയ, അത് സ്വീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഐശ്വര്യവാനാണ്. ഉറക്കിൽ നിന്ന് ഉണർന്നു. പിറ്റേ ദിവസം സുബഹിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങാടിയിലെത്തി. എന്നാൽ ഇന്ന് മേഖലകളിൽ കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ചുണ്ടനക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താണ് ചുണ്ടനക്കുന്നത്? എന്തോ നിങ്ങൾ പറയുകയാണല്ലോ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഞാൻ എന്റെ മരിച്ചുപോയ ഉപ്പയുടെ ഖബറിലേക്ക് പരിശുദ്ധമായ സൂറത്ത് ഓതിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഹദിയ ചെയ്യുകയാണ് എല്ലാ ദിവസവും ഞാൻ എന്റെ മരിച്ചുപോയ ഉപ്പയുടെ ഖബറിലേക്ക് ഹദിയ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി താൻ കണ്ട സ്വപ്നം സത്യമാണെന്ന്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ് നാട്ടുകാരായ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അദ്ദേഹം കണ്ടോ, ആളുകളൊക്കെ ഖബറിന്റെ പുറത്തു വന്ന് വാരിക്കോരി പെറുക്കിയെടുക്കുന്നുണ്ട്. അന്ന് മാറി നിന്ന സഹോദരൻ ഇന്ന് ഇവരുടെ കൂട്ടത്തില. അന്ന് പറഞ്ഞു, അന ഗനിയുൻ അൻ ദാലിക്, ഐ ഡോണ്ട് നീഡ് ഇറ്റ്, എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന അദ്ദേഹം ഇന്ന് ഇവരുടെ കൂട്ടത്തിൽ തിരക്കിലാണ്. നേരെ ചെന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് എനിക്കിതിന്റെ ആവശ്യമില്ലെന്ന്, എന്തേ നിങ്ങൾ ഇന്ന് വാരിക്കോരി പെറുക്കിയെടുക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എങ്ങനെ വാരിക്കോരി പെറുക്കിയെടുക്കാതിരിക്കും? എനിക്കെങ്ങനെ ഇത് എടുക്കാതിരിക്കാൻ പറ്റും? എനിക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, എനിക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന, എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്യുന്ന എന്റെ പൊന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തിന് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. യാ അല്ലാഹ്, നോക്കണം നമ്മൾ.
മരിച്ചു പോയാൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന നന്മകളാണിതൊക്കെ. ഡേഞ്ചറസ് ഒന്നുണ്ട്, 2 നന്മകൾ. അതിലൊന്ന് ഡേഞ്ചറസ് ആണ്, മറ്റേത് വളരെ വളരെ ആഹ്ലാദിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യേണ്ട നന്മയാണ്. നമ്മൾ മരിച്ചാൽ അതോടുകൂടി നമ്മുടെ നന്മകൾ മുറിഞ്ഞു പോവുകയാണ്. നമ്മുടെ മരണത്തോടു കൂടി നമ്മുടെ നന്മകൾ മുറിഞ്ഞു പോവാണ്. എനിക്കിത് ആളുകളെ ആ മൂലക്കാണുള്ളത്, അതുകൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ഈ ഫോക്കസ് ഉണ്ട്, രണ്ടാമത് ഇങ്ങനെ ചെരിഞ്ഞു നോക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. ഫോക്കസ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? വീഡിയോ ക്യാമറ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മളുടെ മരണത്തോടു കൂടെ നമ്മുടെ അമല് മുറിഞ്ഞു പോവാണ്. പക്ഷേ നമ്മുടെ ഖബറിലേക്ക് 2 നന്മകൾ വരുന്നുണ്ടെന്ന 2 നന്മകൾ നമ്മുടെ ഖബറിലേക്ക് വരുന്നുണ്ട്. ഒന്ന്, നമ്മളിവിടെ ചെയ്തു വെച്ച നമ്മുടെ നന്മകൾ. 2, നമ്മളിവിടെ ചെയ്തു വെച്ച തിന്മകൾ. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നത്. ചെറുപ്പക്കാരെ കുറിച്ച് പറയാൻ പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാനാ, പറഞ്ഞു മടുത്തുപോയി. സത്യമാണ്, എവിടെ പോയാലും വിഷയം സൈബർ യുഗത്തിലെ യുവത, വഴിതെറ്റുന്ന യുവത, ഇത് പറഞ്ഞിട്ട് മടുത്തുപോയി. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അവസരം കിട്ടുമ്പോൾ അങ്ങോട്ടൊന്ന് സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ വചനം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളികളെ നിറക്കുന്നത് ആരാണ്? അല്ലാഹുവിന്റെ പള്ളികളെ ഭരിക്കേണ്ടത് ആരാകുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം ഇതിന്റെ ഭരണകർത്താക്കൾ, അല്ലാഹുവിനെ പേടിക്കുന്നവർ. ഇവിടെ പറഞ്ഞു മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ. തൊട്ടുടനെ പറയുന്നത് വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വാസമുള്ള ആളുകളായിരിക്കണം ഇതിന്റെ ഭരണകർത്താക്കൾ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു നാടിലെ പള്ളിയുടെ സെക്രട്ടറിയാണ് ബാങ്ക് കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. കേട്ടിട്ടുണ്ടോ? അടുത്ത് സംഭവിച്ച സംഭവമാണ്. ഒരു നാടിന് നേതൃത്വം നൽകേണ്ട, ഒരു നാടിന്റെ മാതൃകായോഗ്യനായ ഒരു നേതാവാകേണ്ടവൻ പള്ളിയുടെ സെക്രട്ടറിയാണ് ബാങ്ക് കൊള്ളയുടെ തലപ്പത്തുള്ളത്. അത് മാത്രമല്ല, ആ സെക്രട്ടറിയെ ജയിലിൽ അടച്ചതിന് ശേഷം പള്ളിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ പള്ളിയുടെ ഖജനാവിൽ നിന്ന് 8 ലക്ഷത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആര് കൊണ്ടുപോയി? അതില്ലാതിരിക്കാൻ, പള്ളിയിൽ അഴിമതിയും തിരിമറിയും നടക്കാതിരിക്കാനാണ് അല്ലാഹു പറയുന്നത് മൻ ആമന ബില്ലാഹ്. അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? വൽ യൗമൽ ആഖിർ, അന്ത്യനാളിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ തിരിമറി നടത്താൻ പറ്റുമോ? പള്ളി മറ്റുള്ള സ്ഥലത്ത് നമ്മൾ വിട്ടേക്ക്, പള്ളിയിൽ തിരിമറി നടത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആരാണ് ഭരിക്കേണ്ടത്? ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത് ശ്രദ്ധിക്കുക. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിന്റെ വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇവരാണ് നമ്മുടെ പള്ളിയെ ഭരിക്കേണ്ടത്. 5 വക്ത് നിസ്കരിക്കുന്ന ആളുകൾ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായിരിക്കണം പള്ളിയെ നിയന്ത്രിക്കേണ്ടത്. സകാത്ത് കൊടുക്കുന്നവൻ, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും പേടിക്കാത്തവനായിരിക്കണം അവൻ. അവന്റെ പേടിക്കുന്നത്, അവൻ ഭയക്കുന്നത് അല്ലാഹുവിനെ ആയിരിക്കണം. അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളുകൾ ആ പള്ളിയെ ഭരിക്കുക. അവർ 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 സന്മാർഗികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ പള്ളിയെ ഭരിക്കുന്ന ആളുകൾ സന്മാർഗികളാണ്. അവരുടെ പിന്നിൽ നമ്മൾ അണിനിരക്കുക. അവർ തെറ്റിൽ നിന്നൊക്കെ മാറി നിന്ന് അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകളായി മാറാം. കാരണം ഒരു ചെറുപ്പക്കാരനെ, ഒരു പുരുഷനെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ പള്ളിയിലേക്ക് സ്ഥിരമായി പോകുന്ന ഒരാളാണ്,
നിസ്കരിക്കാൻ വരുന്ന ആളാണ്, ജമാഅത്തിന് കൃത്യമായി വരുന്ന ആളാണ്, അങ്ങനെയുള്ള ആളാണെങ്കിൽ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവൻ വിശ്വാസിയാണ്, അവൻ മുഅ്മിനാണ്, അവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാം. അപ്പോ പെണ്ണിന് പ്രായമെത്തി എങ്കിൽ എന്താ ചെയ്യാ? പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് നിൽക്കുക. നല്ല ചെറുപ്പക്കാരൻ ആരാ? 5 വക്തിന് വരുന്നത്, സുബ്ഹിക്ക്, മഗ്രിബ്, ഇശാ, എല്ലാ സമയത്തും പള്ളിക്ക് വരുന്ന ആൾ ആരാണ്? അവന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവൻ മുഅ്മിനാണ്, അവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നമാ ഉമ്മാറുൽ മസ്ജിദ്, പള്ളിയെ നിറക്കുന്നതും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ആർ? പള്ളിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതാർ, പള്ളിക്ക് വേണ്ടി സ്നേഹിക്കുന്നവർ, പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, ഹും അഹ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ ആളുകളാണ്. അപ്പോൾ നമ്മളൊക്കെ അല്ലാഹുവിന്റെ ആളുകളാണ്. എന്നെ പറയാൻ പറ്റൂല, നിങ്ങളെ കുറിച്ച് പറയാം. എന്തേ എനിക്ക് അത്ഭുതം തോന്നി, പെണ്ണുങ്ങളൊക്കെ പൊതുവെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് കുറവാണ്. അല്ലാഹുവിന്റെ ആളുകളായതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾക്ക്, ഈ സ്ത്രീകൾക്ക് ഉള്ള വീടാണ്. അല്ലാഹുവിന്റെ ബാധ്യതയാണ്, അല്ലാഹുവിന്റെ കടമയാണ് ആ പള്ളിയെ കൃത്യമായി സംരക്ഷിക്കുകയും അതിൽ സന്ദർശിക്കുകയും അതിൽ നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു അവരെ ബഹുമാനിക്കുമെന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്.